ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM. ഏലക്കാടിൻ സുഗന്ധം തേയില തളിർക്കും വസന്തം, അരുവികൾ പാടുന്നു ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നതെങ്ങനെ? നിയമവീഥി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നിയമവീഥിയിൽ തെരുവ് നായ ആക്രമണത്തെക്കുറിച്ചും അപ്രകാരം ആക്രമണമുണ്ടായാൽ ലഭ്യമായ നിയമസഹായത്തെക്കുറിച്ചും ഇന്ന് നമ്മോട് സംവദിക്കുന്നത് ഇടുക്കി ജില്ലാ നിയമ സേവന അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ ശ്രീ സിജി NN ആണ്. ഒപ്പം ഹരിപ്രിയ. തെരുവുനായകളുടെ ആക്രമണം ഇന്ന് പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും ഗുരുതരമായ പരിക്കുകൾക്കും റാബീസ് പോലുള്ള അപകടകരമായ രോഗങ്ങൾക്കും കാരണമാകുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും സാധാരണ ജനങ്ങൾക്കും ഇത്തരം സാഹചര്യങ്ങളിൽ ആവശ്യമായ ചികിത്സയും നിയമപരമായ സഹായവും ലഭ്യമാകുന്നത് വളരെ നിർണായകമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ സഹായം ലഭ്യമാക്കുന്നതിൽ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി അഥവാ DLSA പ്രധാന പങ്കുവഹിക്കുന്നു. ബാധിതർക്ക് സൗജന്യ നിയമസഹായം, നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നതിനുള്ള മാർഗനിർദ്ദേശം, കൂടാതെ ബന്ധപ്പെട്ട അധികാരികളെ സമീപിക്കുന്നതിന് ആവശ്യമായ സഹായങ്ങൾ എന്നിവ DLSA മുഖേന ലഭ്യമാണ്. അതിനാൽ തെരുവുനായ ആക്രമണങ്ങളിൽ ഇരയായ വ്യക്തികൾക്ക് നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാനും നീതി ലഭ്യമാക്കാനും DLSA നൽകുന്ന നിയമസഹായവും മറ്റു ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഇന്ന് നിയമവീഥിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലേക്കായി ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ ശ്രീ സിജി NN ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം സർ. നമസ്കാരം സർ, തെരുവുനായ ആക്രമണത്തിൽപ്പെട്ടാൽ നമുക്ക് ലഭിക്കാവുന്ന നിയമസഹായവും ഇതിനായിട്ടുള്ള കമ്മിറ്റിയെക്കുറിച്ചും കമ്മിറ്റിയുടെ ലക്ഷ്യവും ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിയമവീഥി ആരംഭിക്കാം. എല്ലാവർക്കും നമസ്കാരം. തെരുവുനായ ആക്രമണത്തിന് ഇരയായവർക്ക് എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരം കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് DLSA സെക്രട്ടറി ചെയർമാനായിട്ട് ഒരു കമ്മിറ്റി, റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സിരി ജഗൻ കമ്മിറ്റി പിരിച്ചുവിട്ട ശേഷം ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി മുഖാന്തിരം ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ഡിസ്ട്രിക്ട് DLSAയുടെ സെക്രട്ടറി ചെയർമാനും അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അഡീഷണൽ ഡയറക്ടർ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ എന്നിവർ മെമ്പറുമായിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയാണ് ഇപ്പോൾ തെരുവുനായ ആക്രമണത്തിന് ഇരയായവർക്കുള്ള നഷ്ടപരിഹാരം നിർണ്ണയിക്കുന്ന കമ്മിറ്റി നടപ്പിലാക്കി വരുന്നത്. എല്ലാ മാസവും 2 ദിവസം സിറ്റിംഗ് നടത്തും. നമ്മൾ അപേക്ഷകൾ നമുക്ക് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസിലോ അല്ലെങ്കിൽ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ഓഫീസിലോ ഫയൽ ചെയ്യാം. താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ഓഫീസിൽ ഫയൽ ചെയ്യുന്ന പരാതികൾ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയിലേക്ക് അയച്ചു തരും. ഇടുക്കി ജില്ലയിൽ 5 താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റികളാണുള്ളത്. പീരുമേട്, ദേവികുളം, ഉടുമ്പൻചോല, ഇടുക്കി, തൊടുപുഴ, ഇങ്ങനെ 5 താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റികളാണുള്ളത്. അപ്പോൾ അവിടെ വരുന്ന പരാതികളും നമുക്ക് DLSAയിലേക്ക് അയച്ചു തരും. നമുക്ക് ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ ഏകദേശം 100ഓളം കേസുകൾ ഉണ്ടായിരുന്നു. അതിൽ 20 കേസോളം നമ്മൾ ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്. ബാക്കി 80 കേസുകളാണുള്ളത്. കേസുകൾ പരിഗണിക്കുന്നത് പഞ്ചായത്ത് ബേസിലാണ്. ഓരോ പഞ്ചായത്തുകളിലും കേസുകൾ നമ്മൾ പരിഗണിക്കും. ആ പഞ്ചായത്തിലെ കേസുകൾ തീരുമ്പോഴാണ് അടുത്ത പഞ്ചായത്തിലെ നമ്മൾ കേസുകൾ പരിഗണിക്കുന്നത്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് സിരി ജഗൻ കമ്മിറ്റിയിൽ നിന്നും നമുക്ക് അയച്ചു തന്നത് 100 കേസുകളാണ്. പുതിയ കേസുകൾ ഫയൽ ചെയ്യുമ്പോൾ അത് നമ്പർ ഇടുന്നതനുസരിച്ച് നമ്മൾ എടുക്കും. ആ പഴയ കേസുകൾ ഡിസ്പോസ് ചെയ്യുന്നതിൻ്റെ ആവശ്യത്തിലേക്കാണ് പഞ്ചായത്ത് തിരിച്ച് നമ്മൾ കേസുകൾ പരിഗണിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം തെരുവുനായ ആക്രമണം ഉണ്ടായാൽ 180 ദിവസത്തിനുള്ളിൽ പരാതി ഫയൽ ചെയ്യണമെന്നാണ്. പിന്നെ 180 ദിവസം കഴിഞ്ഞാലും ഫയൽ ചെയ്യാം. പക്ഷേ അതിന് നമ്മളൊരു സഫീഷ്യൻ്റ് റീസൺ കാണിക്കണം. അത് ആ സഫീഷ്യൻ്റ് റീസൺ ആണെന്ന് കണ്ടാൽ ഡിലേ നമുക്ക് കൺഡോൺ ചെയ്തിട്ട് ഹർജി പരിഗണിക്കാം. പിന്നെ നമ്മൾ നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നത് ആക്രമണത്തിൽ പരിക്കേറ്റ ആളുടെ മുറിവിൻ്റെ അല്ലെങ്കിൽ പരിക്കിൻ്റെ വ്യാപ്തി, ആളുടെ തൊഴിൽ, ആളുടെ വരുമാനം, എത്ര നാൾ റെസ്റ്റ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്, അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ലോസ് ഓഫ് ഏണിങ്, പെയിൻ ആൻഡ് സഫറിങ്, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് സാധാരണ നഷ്ടപരിഹാരം നിശ്ചയിക്കാറുള്ളത്. നഷ്ടപരിഹാരം കൊടുക്കേണ്ടതിൻ്റെ ബാധ്യത
എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമാണ്. ആ പരാതി നമ്മൾ സ്വീകരിക്കുമ്പോൾ തന്നെ പരാതിയിൽ 2 എതിർകക്ഷികളുണ്ടാവും. ഒന്ന് ചീഫ് സെക്രട്ടറി സ്റ്റേറ്റ് ഓഫ് കേരളയും പിന്നെ ഏത് പഞ്ചായത്തിൽ വെച്ചിട്ടാണോ തെരുവുനായ ആക്രമണം ഉണ്ടായത് ആ ആക്രമണം ഉണ്ടായ പഞ്ചായത്തിലെ സെക്രട്ടറിയും ഇതിൽ കക്ഷിയിലായിരിക്കും. ഈ 2 കൂട്ടർക്ക് നമ്മൾ നോട്ടീസ് അയക്കും. നോട്ടീസ് അയച്ചിട്ട് പഞ്ചായത്തിൻ്റെ ആക്ഷേപം കേട്ട ശേഷമാണ് നമ്മൾ തെളിവെടുക്കുക. തെളിവെടുക്കുക പറഞ്ഞാൽ വളരെ നീണ്ട തെളിവെടുക്കലല്ല, ഒരു സമ്മറി പ്രൊസീജിയർ പോലെ നമ്മൾ പരിക്ക് പറ്റിയ ആളുടെ മൊഴി രേഖപ്പെടുത്തും. അദ്ദേഹത്തിൻ്റെ രേഖകൾ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജോലി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പരിക്ക് പറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ട്രാൻസ്പോർട്ടേഷൻ ചാർജിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ട്രാവലിംഗ് എക്സ്പെൻസ് ആയിട്ട് കണ്ടിട്ട് അങ്ങനെയുള്ള ഡോക്യുമെൻ്റ് നമ്മൾ പരിഗണിച്ചിട്ടാണ് അവാർഡ് പാസ്സാക്കുന്നത്. തെരുവുനായ ആക്രമണത്തെക്കുറിച്ചും അപ്രകാരം ആക്രമണമുണ്ടായാൽ ലഭ്യമായ നിയമസഹായത്തെക്കുറിച്ചും ഇതുവരെ നമ്മോട് സംവദിച്ചത് ഇടുക്കി ജില്ലാ നിയമ സേവന അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ ശ്രീ സിജി NN. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ വരുന്നയാഴ്ചത്തെ നിയമവീഥിയിൽ. നിയമവീഥി സമാപിക്കുന്നു.